എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഖപത്രമായ സത്യദീപത്തിലാണ് സാമ്പത്തിക അഴിമതി ആരോപണങ്ങൾ മറികടക്കാൻ വത്തിക്കാനെ മാതൃകയാക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടന്റേതാണ് ലേഖനം. സാമ്പത്തിക അഴിമതി ആരോപണങ്ങളുടെ കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ച നടപടികളാണ് ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഏറ്റവും ഒടുവിലാണ് ഭൂമി വിൽപ്പന സംബന്ധിച്ച വിവാദങ്ങളും സൂചിപ്പിക്കുന്നത്. വരികൾക്കിടയിൽ എന്ന ലേഖനത്തിൽ സുതാര്യതയും ഫ്രാൻസിസ് മാർപ്പാപ്പയും എന്ന കോളത്തിൽ ഇക്കാര്യങ്ങൾ പറയുന്നു. യേശുവിനെയും സത്യത്തെയും മുൻനിർത്തി മുന്നോട്ടു പോയാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലും സീറോ മലബാർ സഭയിലും ഇപ്പോൾ സംജാതമായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയും. അത് വേഗത്തിൽ ഉണ്ടാവട്ടെയെന്ന് ലേഖനത്തിൽ പറയുന്നു. വത്തിക്കാനിൽ സാമ്പത്തിക അഴിമതി ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ നഷ്ടപ്പെട്ട വിശ്വാസം വത്തിക്കാൻ വീണ്ടെടുത്തത് കാര്യങ്ങൾ ഒളിച്ചുവച്ചല്ല, മറിച്ച് ആരോപണങ്ങൾ ചികിത്സിച്ച് ഭേദമാകുന്നതിന്റെ വാർത്തകൾ യഥാസമയം മാധ്യമങ്ങൾക്ക് കൈമാറിയാണ്. അഴിമതിക്കെതിരെ പോരാടണമെങ്കിൽ സഭയുടെ സാമ്പത്തികകാര്യ സമിതികൾ സത്യസന്ധമായും കാര്യക്ഷമമായും പ്രവർത്തിക്കണമെന്ന് ഉദ്യോഗസ്ഥരുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചത് ലേഖനം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബെനഡിക്ട് 16 മാർപ്പാപ്പ സ്ഥാനം ഒഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ നയങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പിന്തുടർന്നു. സഭയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മാർപ്പാപ്പയും ധീരതയോടെ സഭയെ ശുദ്ധീകരിക്കാൻ അധികാരസ്ഥാനത്തുള്ള മറ്റൊരു മാർപ്പാപ്പയും കൂടിയായപ്പോൾ വത്തിക്കാന്റെ നവീകരണം എളുപ്പമായി. നഷ്ടമായ വിശ്വാസങ്ങൾ വീണ്ടെടുക്കാനുമായി. വിവാദങ്ങൾ മറികടക്കാൻ വത്തിക്കാൻ സ്വീകരിച്ച നടപടികൾ എണ്ണി പറഞ്ഞാണ് ലേഖനം അവസാനിപ്പിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.